റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. പുതുക്കിയ വേതന പാക്കേജ് നടപ്പിലാക്കുക, KTPDS ക്ഷേമനിധി എന്നിവ പരിഷ്കരിക്കുക, 70 വയസ്സ് കഴിഞ്ഞ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊന്നാനി താലൂക്ക് റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. യു മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. TV രമേശൻ അധ്യക്ഷത വഹിച്ചു. PC ഇബ്രാഹിം കുട്ടികോയ സ്വാഗതവും CT അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. ഹരീന്ദ്രൻ, മനോജ്, ഗണേശൻ, നൌഷാദ്, ബീന, മധു എന്നിവർ നേതൃത്വം നൽകി. സാധാരണ നമുക്ക് റേഷൻ വ്യാപാരികൾക്ക് റേഷൻ വിതരണം കഴിഞ്ഞ പിറ്റേ ദിവസം POS മെഷീനിലെ ടെക്നീഷ്യൻ ആവശ്യമാകുമ്പോൾ നമുക്ക് ഒഴിവ് ദിവസമാണ്. എന്നിരുന്നാലും സർക്കാരിനെതിരെയുള്ള ഒരു സമരം ആയത് കാരണം സർക്കാർ ഇന്ന് നമുക്ക് പ്രവൃത്തി ദിവസമാക്കി സമരം ചെയ്യില്ല എന്നാണ് സർക്കാർ ഉദ്ദേശിച്ചത്. ഇന്നേ ദിവസം കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിറന്നാളാണ്. അന്നേ ദിവസം സമരം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നറിയാം. എന്നിരുന്നാലും സാഹചര്യം അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും അനാവശ്യമല്ല എന്നുള്ളത് സർക്കാരിന് നന്നായിട്ട് അറിയാം. 2018 POS സംവിധാനത്തിലൂടെ റേഷൻ വിതരണം തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾക്കൊരു പാക്കേജ് 45 കിൻഡൽ വരെ വിതരണം ചെയ്യുന്ന റേഷൻ വ്യാപാരിക്ക് 18,000 രൂപയും ഒരു കിൻഡലിന് അതിന് മീതെ ഒരു കിൻഡലിന് 180 രൂപയും 50 കിൻഡൽ അരി റേഷൻ വിതരണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് 18,950 രൂപയാണ്. ഒരു റേഷൻ വ്യാപാരിക്ക് കിട്ടുന്നത് 18,950 രൂപയാണ്. ഇതിൽ നിന്ന് കടവാടക കൊടുക്കണം, സെയിൽസ്മാന് കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, ലൈസൻസിനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദ. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്ന രീതിയിൽ പിടിച്ചു നിൽക്കുകയാണ്. പ്രായാധിത്വം, വേറൊരു തൊഴിൽ തേടി പോകാനുള്ള സാഹചര്യം ഇല്ല എന്നൊക്കെ മനസ്സിലായിക്കൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനൊരു കമ്മീഷനെ വെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2018 ഇത് പറയുമ്പോൾ അടുത്ത കൊല്ലം 2019 കമ്മീഷൻ വർധനവ് ഉണ്ടാവുന്ന നാളിതുവരെ 7 വർഷം 7.5 വർഷമായി. ഇന്നലെ മിനിയാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. കേരളത്തിലുള്ള എല്ലാ വിഭാഗത്തിലും നല്ല കാര്യം, നമ്മളത് സന്തോഷിക്കണം. പൈസ എവിടെ നിന്നുണ്ടാക്കും, കടം മേടിക്കോ ഒന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. എല്ലാ വിഭാഗത്തിനും കൊടുത്ത് ഞങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് കമ്മീഷണറെ ഉൾപ്പെടുന്ന 7 അംഗ സമിതിയെ വെച്ച് ഒരു കടയുടെ വരുമാനവും വരായും ചെലവും കണക്കൂട്ടി വന്നപ്പോൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടുപോകുന്ന റേഷൻ വ്യാപാരിക്ക് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ഈ കമ്മീഷൻ വർദ്ധിപ്പിക്കൽ അനിവാര്യമാണ് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്, അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.